ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ക്ലീനപ്പ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് എന്റെ ഹെയറിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്നെ കാണുന്നവർക്ക് ഒരു ചേഞ്ച് തോന്നുന്നുണ്ടാവും. ഇങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട് ഹെയർ. എങ്ങനെയൊക്കെയോ ഇവിടെ കെട്ടി വെച്ചിട്ടുള്ളത് എല്ലാം കൂടി ഊരി വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും വിഷമിക്കണ്ട, ഞാൻ ഷൂട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നത് പ്രകാരമാണ് ഞാൻ കെരാറ്റിൻ പെട്ടെന്ന് പോയിട്ട് ചെയ്തത്. അപ്പൊ പെട്ടെന്ന് തന്നെ അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ അത് കിട്ടണമെങ്കിൽ, അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക. അപ്പൊ അതൊക്കെ സൈഡിൽ നിൽക്കട്ടെ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ക്ലീനപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ക്ലീനപ്പിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ക്ലെൻസിങ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ ആ ഒരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ റോ മിൽക്ക് പാലെടുത്തിട്ട് ജസ്റ്റ് കോട്ടൺ ബോൾ ഡിപ്പ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ല, ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്തത്, എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഫേസ് വാഷ് ആണ് ചേച്ചി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ബോഡി ഷോപ്പിന്റെ ടീ ട്രീ ഫേസ് വാഷ് ആണ്. അപ്പൊ ഞാൻ വേറെയും 2-3 ബ്രാൻഡ്സ് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഒന്നും വരുന്നില്ല എന്ന് കണ്ട കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഞാനത് പതിയെ ഓരോ വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത ഫേസ് വാഷ് ഈ ഒരു ഫേസ് വാഷ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് കുറച്ച് റേറ്റ് അധികമാണ്. നോർമൽ ഫേസ് വാഷിന് കുറച്ച് റേറ്റ് അധികമാണ്. പക്ഷെ അതിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാഷ് കെറോ ആപ്പിനെ കുറിച്ചിട്ട്. നമുക്കിനി എന്ത് പ്രൊഡക്റ്റ് വാങ്ങാനാണെങ്കിലും ഈ ക്യാഷ് കെറോ ആപ്പ് ത്രൂ വാങ്ങുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പാണ്. അതിലൂടെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്ത് ടൈപ്പ് സാധനം നമുക്ക് വാങ്ങാം. ഇലക്ട്രോണിക്സ് ആണെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും വാങ്ങാം. നല്ലൊരു ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. വെറും ക്യാഷ് ബാക്ക് അല്ല, നമുക്കത് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോ ആ ഒരു ആപ്പ് ത്രൂ നിങ്ങൾ ഈ ഫേസ് വാഷ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തേലേക്ക് കടക്കുമ്പോൾ സ്റ്റീമിംഗ് ആണ്. ഫേസ് സ്റ്റീം ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബൗളും ചൂടുവെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഫേസ് സ്റ്റീമർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ചൂടുവെള്ളവും അതിന്റെ കൂടെ ഞാൻ എന്താ എടുത്തിട്ടുള്ള വെച്ചാൽ ഒരു ഫേസ് ടവലാണ്. അപ്പൊ ചൂട് എന്ന് പറഞ്ഞാല് ഭയങ്കര തിളച്ച വെള്ളം ഒന്നും എടുക്കരുത്, ഒരു ലൈറ്റ് ചൂടുവെള്ളം എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നമുക്ക് കൈ ജസ്റ്റ് മുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഈ ടവല് ഇപ്പൊ ലൈറ്റ് ആയിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചൂട് തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്നിങ്ങനെ കവർ ചെയ്തിട്ട് പിടിക്കാം. അപ്പൊ ഇങ്ങനെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഈ മൂക്കിന്റെ ഏരിയയിലൊക്കെ നന്നായിട്ടൊന്ന് കൊടുക്കുക. കാരണം അവിടെയാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എവിടെയൊക്കെയാണോ ഇങ്ങനെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത്, ആ ഏരിയയിൽ നന്നായിട്ട് സ്റ്റീം കൊടുക്കുക. ഇതേ പ്രോസസ്സ് 2-3 തവണ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ സ്റ്റീം കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബിംഗ് ആണ്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ സ്ക്രബാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇവിടെ ഞാൻ റൈസ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ ഈ പൊട്ടുപൊടിയൊക്കെ എടുക്കുന്ന കുറച്ചൊരു തരി കൂടുതലുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് ഹണിയാണ്. ഹണി ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ ഒരു 1/2 പീസ് ലെമൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ക്രബ് ഒരിക്കലും ലൂസായി പോകരുത്, നല്ലൊരു തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം.
ഇങ്ങനെ സ്പൂണിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ നാച്ചുറൽ ആയിട്ട് സ്ക്രബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്താ ടൈമൊന്നും ഇല്ല, എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ വാങ്ങാൻ കിട്ടുന്ന സ്ക്രബും ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഫേസ് വാഷിന്റെ അതേ ബ്രാൻഡിന്റെ തന്നെ ടീ ട്രീയുടെ സ്ക്രബാണിത്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എപ്പോഴെപ്പോഴും ഈ എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ആക്കാനുള്ള ഒരു മടി വരുമ്പോ ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബാണിത്. അപ്പൊ ഇത് അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷ് കെറോ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതും നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് കിട്ടും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ. അപ്പൊ ഈ ക്യാഷ് കെറോ ആപ്പിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് ത്രൂ നിങ്ങൾ എന്താ ക്യാഷ് കെറോ ആപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ 25 rupees ബോണസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നോർമലി പോവുക, എന്താ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, സൈനപ്പ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക. അപ്പൊ പിന്നെ പോകുന്നതാണ് ക്യാഷ് കെറോന്റെ ഹോം പേജ്. അപ്പൊ ഹോം പേജിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആപ്സും കാര്യങ്ങളും ഷോപ്പിംഗ് ആപ്സ് ആണ് കാണാൻ കിട്ടുന്നത്. അവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫേസ് വാഷും ഫേസ് സ്ക്രബ് അതിൽ ഏതെങ്കിലും ഒന്നാണ് വാങ്ങേണ്ടതെങ്കിൽ ആമസോൺ ചൂസ് ചെയ്യുക. ആമസോൺ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ടാപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഓറഞ്ച് ബട്ടൺ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആ ഓറഞ്ച് ബട്ടൺ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ക്യാഷ് ബാക്ക് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പൊ അത് ടാപ്പ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ പോകുന്നത്, നിങ്ങളിപ്പോ ആമസോൺ ആണെങ്കിൽ ആമസോണിന്റെ ഹോം പേജിലേക്കാണ് പോവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. നിങ്ങൾ നോർമലി ഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ, ഞാൻ ഇതിപ്പോ പറയുമ്പോഴുള്ള ആ ഒരു ഇതേ ഉള്ളൂ, നോർമലി നിങ്ങൾ ഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. എന്താ ലാസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്തത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മൈ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ക്യാഷ് കെറോയില്. അതിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്യാഷ് ബാക്ക് കിട്ടിയെന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ അത് 2-3 ദിവസം എടുത്തു എന്നിരിക്കും, ചിലപ്പോൾ കാണാൻ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത് ആ ക്യാഷ് ബാക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അത് റിയൽ മണി ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാന്നാണെങ്കിൽ ആമസോൺ വൗച്ചർ ആയിട്ടും ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയാണ് ക്യാഷ് കെറോ ആപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്കിതിൽ അവൈലബിൾ ആണ്. എല്ലാവരും അതിലൂടെ വാങ്ങുക, ഒരുപാട് ക്യാഷ് ബാക്ക് സ്വന്തമാക്കുക. അപ്പൊ ഈ സ്ക്രബിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പെട്ടെന്നുള്ള യൂസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രബ് യൂസ് ചെയ്യാം. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്യുന്നതാണല്ലോ കുറേം കൂടി നല്ലത്. അപ്പൊ കുറച്ച് ടൈം ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രബ് ഉണ്ടാക്കിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതിൽ ഞാനിപ്പോ ഹണിയും ലെമണും എന്താ നമ്മുടെ റൈസ് ഫ്ലോറും ആണ് എടുത്തിട്ടുള്ളത്. 3 സാധനങ്ങൾ നമ്മളെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ ഈ സൺ ടാൻ പോവാനും പിമ്പിൾസ് വരാതിരിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ നമ്മുടെ പോർസ് ഒക്കെ ക്ലീൻ ചെയ്യാനും എല്ലാം നല്ലതാണ്. അപ്പൊ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ സ്ക്രബ് കയ്യിൽ എടുത്തിട്ടുണ്ട്. 2 ഫിംഗേഴ്സിലേക്കും ആക്കിയിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് കൊടുക്കാൻ പോവാണ്. നമ്മളെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ, നമ്മുടെ ഈ നോസ് ഏരിയ അല്ലെങ്കിൽ ഈ ചിന്നിന്റെ ഈ ഒരു 2 സൈഡ് അവിടെയൊക്കെ ആയിട്ടാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതൽ കാണുന്നത്. അപ്പൊ ആ ഏരിയയിൽ നന്നായിട്ട് സ്ക്രബ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളതിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് ഈസി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വല്ലാതെ പ്രസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു 2 minutes ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നോർമൽ നമ്മുടെ ടാപ്പ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫേസ് ഒക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്യൽ എങ്ങനെയാ വെച്ചാൽ ഈ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ശത്രുക്കൾ അല്ലെ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യാന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ഇതൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ അവരൊരു ടൂള് വെച്ചിട്ടാണ്, ചെയ്തവർക്കാണെങ്കിൽ അറിയായിരിക്കും, ഒരു ടൂൾ വെച്ചിട്ട് ഒരു ചെറിയൊരു റിങ് വെച്ചിട്ടാണ് അവർ അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് കളയുന്നത്. അപ്പൊ നമുക്ക് ആ ടൂള് വീട്ടില് ഉണ്ടാവുക അറിയുന്നത് ഇല്ല, അത് വാങ്ങിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഈസി ആയിട്ടുള്ള ഒരു സാധനം എന്താ വെച്ചാല് ഈ ഒരു സാധനമാണ്. ഇത് എല്ലാവർക്കും കണ്ടാൽ അറിയായിരിക്കും, സേഫ്റ്റി പിന്നാണ്. എല്ലാവരുടെ കയ്യിലും നോർമലി ലേഡീസിന്റെ കയ്യിൽ പ്രത്യേകിച്ചിട്ട് ഉണ്ടാവുന്ന സാധനമാണ്. അപ്പൊ ഇതിന്റെ പുറകില് ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ടിലൊരു ഹോൾ ഉണ്ട്. അപ്പൊ ഈ ഒരു ഹോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. എങ്ങനെയാന്നുള്ളത് നോക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ റൗണ്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക.
ചെറിയൊരു വേദന ഉണ്ടാവും, ഒരിക്കലും ചെയ്യാത്തവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു വേദന തന്നെ ഉണ്ടാവും. പക്ഷെങ്കിൽ ഇത് റിമൂവ് ആവുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓയില് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ഫേസിൽ. അപ്പൊ അത് പിമ്പിൾസ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള റീസൺ ആണിത്. അപ്പൊ ഞാൻ എന്റെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഫേസ് ഒന്നുകൂടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് അതും നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ വാങ്ങാം. പക്ഷെങ്കിൽ ക്ലീനപ്പ് എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇവിടെ ഞാൻ ഫേസ് പാക്ക് എന്റേത് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് പഴവും ഹണിയും ലെമണും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ആക്കിയിട്ടുള്ളത്. ഒരു പഴമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പഴവും 1 ടേബിൾ സ്പൂൺ ഹണിയും 1/2 പീസ് ലെമണും ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അപ്പൊ ആ ഒരു പാക്കാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനി ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു രീതിയിലാണ്, നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടണം. ഫേസ് പാക്ക് ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്കിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഹൈ നെക്ക് ഡ്രസ് ഇട്ടതുകൊണ്ടാണ് നെക്കിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വിടാം. ഒരു 10 to 15 മിനിറ്റ്സ് ആണ് റെസ്റ്റ് ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ പൈപ്പ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പൊ 15 മിനിറ്റ്സിന് ശേഷം ഞാൻ ഫേസ് പാക്ക് ഒക്കെ കഴുകി കഴിഞ്ഞിട്ടാണുള്ളത്. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ക്ലീനപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീട്ടിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. പിമ്പിൾസ് ഒന്നും വരാതിരിക്കാനും അതുപോലെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും ഒക്കെ ഈ ക്ലീനപ്പ് നല്ലതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാഷ് കെറോ ആപ്പിനെ കുറിച്ചിട്ട് ആരും മറക്കരുത്. അവർ കൂടുതൽ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ഫേസ് വാഷും ഫേസ് സ്ക്രബിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോ ഈ കാഷ് കെറോ ആപ്പിനെ കുറിച്ചിട്ടും പറഞ്ഞത്. കാരണം അവര് ഈ ബ്യൂട്ടി പ്രോഡക്ട്സിന് കൂടുതൽ ക്യാഷ് ബാക്ക് അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വാങ്ങുമ്പോ ഈ ക്യാഷ് ബാക്ക് കിട്ടിയിട്ട് മൈ ഏർണിങ്സിൽ പോയിട്ട് 250 റുപ്പീസ് ആയി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വൗച്ചേഴ്സോ അങ്ങനെയുള്ള വൗച്ചേഴ്സ് ഒക്കെ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ എന്താ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ ലിങ്കിലൂടെ നിങ്ങൾ ഈ കാഷ് കെറോ ആപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ 25 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും കാഷ് കെറോ ആപ്പും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, ക്യാഷ് ബാക്ക് ഒക്കെ സ്വന്തമാക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.